ചില വീടുകളിൽ കയറുന്ന നിമിഷം തന്നെ ഇവിടെ കുറച്ച് സമയം ഇരിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷെ ചില വീടുകളിൽ എന്തോ ഒരു അസ്വസ്ഥത. അവിടെ ഒന്നും റോങ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അവിടെ ലൈക്ക് സംതിങ് പോലെ ഫീൽ ചെയ്യും, ഇല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മോസ്റ്റ് പീപ്പിൾ അതിനെ വൈബ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അങ്ങനെയൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതിന് വൈബ് എന്നല്ല, അതിന് പിന്നെ ഒരു സയൻസ് ഉണ്ട്. ഇത് എന്റെ ഒപ്പീനിയൻ അല്ല, എൻവയോൺമെന്റൽ സൈക്കോളജി എന്നൊരു ഫീൽഡ് വർഷങ്ങളായി പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്പേസ് അത് നമ്മളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നു, എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാം ഫീൽ ചെയ്യുന്നത്, ചില സ്ഥലങ്ങളിലാണ് അത് സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്, അതൊക്കെയാണ് അവർ പഠിക്കുന്നത്. ഹോണസ്റ്റ്ലി ഞാൻ മുമ്പ് ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇന്റീരിയർ ഡിസൈൻ എന്ന ഫർണിച്ചർ, പ്രീമിയം മെറ്റീരിയൽസ്, ഗുഡ് ലൈറ്റിംഗ്, ഇത്രേ ഉള്ളൂ എന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഒരു പ്രോസസ്, ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചിന്തയും മാറ്റി മറിച്ചു. ആ ഒരു സ്റ്റോറി ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയാം. അതിനു മുമ്പ് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. റെഡി? ഒരു ചെറിയ കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങൾ ആദ്യമായി ഒരു വീട്ടിലേക്ക് കയറുകയാണ്, അവിടെ വാതിൽ തുറന്നു, അകത്ത് കയറി, ലൈക്ക് അവിടെ ആരും നിങ്ങളോട് സംസാരിക്കുന്നില്ല, മ്യൂസിക് ഇല്ല, പെർഫ്യൂം ഇല്ല, എന്നിട്ടും ജസ്റ്റ് നിങ്ങൾക്ക് കയറിയപ്പോൾ തന്നെ ആ വീടങ്ങൾ ഇഷ്ടമായി. ഇനി വേറൊരു വീട്, ഇതൊരു നല്ല വീട് തന്നെയാണ്, ലൈക്ക് അവിടെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, കൂടുതൽ ലക്ഷറി ആണ്, പക്ഷെ അവിടെ നിൽക്കുമ്പോൾ എന്തോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പോലെ അറിയാം, അതങ്ങോട്ട് സെറ്റാണ്. ബട്ട് രണ്ടും ടെക്നിക്കലി നല്ല വീഡിയോ തന്നെയാണ്. പക്ഷെ ഒന്ന് നിങ്ങളെ വെൽക്കം ചെയ്യാൻ, ഒന്ന് നിങ്ങളെ ജസ്റ്റ് ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ലൈക്ക് ഈ ഒരു ഫീലിംഗ് അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നത്? വാൾ കളറാണോ, ഫർണിച്ചേഴ്സ് ആണോ, ലൈറ്റിംഗ് ആണോ, അതോ ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള എന്തെങ്കിലും? ഞാൻ ഒരുപാട് കാലം ഇത്തരം ഫർണിച്ചർ എന്നാണ് കഴിക്കുന്നത്. കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, അതിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലക്ഷറി ആണെങ്കിൽ അതൊക്കെയാണ് ബെറ്റർ ഡിസൈൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്ലയന്റിന് എന്റെ ആ ഒരു ബിലീവ് കംപ്ലീറ്റ് മാറ്റി. ഞാൻ അവർക്ക് റെൻഡറിങ് കാണിച്ചു, അവർക്ക് ഇഷ്ടമായി, ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലൈക്ക് അവരെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ മീൻസ് ലൈക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ വിളിക്കുന്നതാണ്. പക്ഷെ അവർ പറഞ്ഞത് വേറെ ഒന്നുമില്ല. വീടൊക്കെ കൊള്ളാൻ മനോഹരമാണ്, പക്ഷെ അവർക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ലൈക്ക് ആ ഒരു സെന്റൻസ് തന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. ആ ഒരു ഡിസൈൻ പെർഫെക്റ്റ് ആയിരുന്നു, ഒരു മിസ്റ്റേക്ക് ഇല്ല, എന്നിട്ടും ലൈക്ക് ആ ഒരു ഫീലിംഗ് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് ആൻസർ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ടേമിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, നമുക്കൊരു സ്പേസിനെ ആദ്യം ലൈക്ക് അത് നമ്മൾ ആദ്യം കാണിക്കല്ലോ, അത് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടാവും. എനിക്കും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ലൈക്ക് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് കയറി പോവുക. വെളുത്ത ചുവരുകൾ, ബ്രൈറ്റ് ലൈറ്റ്സ്, വലിയ കോറിഡോർ, ആരും നിങ്ങളോട് ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ കുറച്ച് സീരിയസ് ആണ് അവിടെ തേക്കുമ്പോൾ. ഇനി ലൈക്ക് നിങ്ങളൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്, അവിടെ സോഫ്റ്റ് ലൈറ്റിംഗ് ഉണ്ട്, കംപ്ലീറ്റ് ഫുഡാണ്, പ്ലാന്റ്സ്, കാറ്റിന്റെ ശബ്ദം, ലൈക്ക് ഇവിടെയും ആരും ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അവിടെ വല്ലാതെ റിലാക്സ് ആണ് അവിടെ കയറുന്നത്, നിങ്ങളുടെ ബോഡി അങ്ങ് ശരിക്കും റിലാക്സ് ചെയ്യുന്നതാണ്. ഇനി ഒരു കഫേയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫ്രണ്ട്സും കാര്യമായിരിക്കണം, കോഫിയുടെ സ്മെൽ ഉണ്ടാവും, വാം ലൈറ്റ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രം ഇരിക്കാന്ന് കയറി നിങ്ങൾ ലൈക്ക് അവിടെ കുറച്ചധികം സമയം ടൈം സ്പെൻഡ് ചെയ്യും. ഇതൊന്നും കോയിൻസിഡൻസ് അല്ല, ഓരോ സ്പേസും ലൈക്ക് നിങ്ങളെ ഇമോഷണലി ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. ഇവിടെയാണ് ഒരു വീട് വെറും ബിൽഡിംഗ് അല്ലാതാവുന്നത്, അതൊരു എക്സ്പീരിയൻസ് ആവുന്നത്. പക്ഷെ ആ എക്സ്പീരിയൻസ് ലൈക്ക് അതെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫർണിച്ചർ ആണോ, ടൈൽസ് ആണോ, പെയിന്റ് കളറാണോ? അത് മാത്രമല്ല, ആക്ച്വലി ഒരുപാട് ചെറിയ ഡിസിഷൻസ്. നാച്ചുറൽ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ റൂമിലേക്ക് കയറുമ്പോൾ ആദ്യം എന്താണ് കാണുന്നത്? സീലിംഗിന്റെ ഹൈറ്റ്, വിൻഡോയുടെ പൊസിഷൻസ്, മെറ്റീരിയൽ, സൗണ്ട്, സ്പേസ്, ഇതൊക്കെ ചേർന്നാണ് ലൈക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ നിങ്ങൾക്ക് ഷൂസ് അഴിച്ചിട്ട് കയറാൻ തോന്നും, ആ സോപ്പിൽ പോയി ഇരിക്കാൻ തോന്നും. ചില വീടുകളിൽ നിങ്ങൾ ഫോർമൽ ആയിട്ട് തന്നെ ജസ്റ്റ് കയറി ഇരിക്കും. ആ ഒരു വ്യത്യാസമില്ല, അത് നിങ്ങളിലുള്ള ആ ഒരു സ്പേസാണ് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത്. ഇവിടെയാണ് ഇന്റീരിയർ ഡിസൈനെ കുറിച്ച് നമ്മൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്.
നമ്മളൊരു റൂമിനെ സുന്ദരമാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ആ റൂം അതെങ്ങനെ ഫീൽ ചെയ്യണം എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറില്ല. ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇത് എവിടെ ബെഡ് വെക്കാമെന്നല്ല, ഈ റൂമിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണം എന്നാണ്, രാത്രി ഉറങ്ങാൻ വരുന്ന ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണം, അതിനുശേഷമാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഡിസൈൻ സുന്ദരമായ ഒരു ചിത്രം ഉണ്ടാവുകയല്ല, ലൈക്ക് അതൊരു ഇമോഷനാണ്. ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ചില വീടുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഭംഗിയായി കാണുന്നതും പക്ഷെ ജീവിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ലാതായി തീരുന്നു. ചില വീടുകൾ ഫോട്ടോയിൽ അത്ര സ്പെഷ്യൽ ആയിരിക്കത്തില്ല, പക്ഷെ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അത് വിട്ടുപോകാൻ ആഗ്രഹം ഉണ്ടാവില്ല. അതാണ് ഡിസൈനും ഡെക്കറേഷനും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും ഇന്ത്യയുടെ ഡിസൈൻസിനെ കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ഒരു ചോദ്യം, ആക്ച്വലി ഇന്ത്യയുടെ ഡിസൈൻസിന്റെ ജോലി എന്താണ്? ബ്യൂട്ടിഫുൾ വീട് ഉണ്ടാക്കിയാണ്. അതാണ് മിക്ക ആളുകളും കരുതുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സത്യത്തിൽ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ലൈക്ക് നമ്മളൊരു റൂമിനെ കാണും, പിന്നെ അതിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാന്ന് ചിന്തിക്കണം. പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്ക് ആ റൂം എങ്ങനെ ഫീൽ ചെയ്യിക്കണം, അത് നമ്മൾ ആദ്യം ചോദിക്കണം. സത്യമല്ല, ആ ഒരു വ്യത്യാസം മനസ്സിലായോ? ഒരു റൂം ആദ്യം ഡിസൈൻ ചെയ്യേണ്ടതല്ല, ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഒരേ ഫർണിച്ചറും ഒരേ ടൈലും ഒരേ ബഡ്ജറ്റും ഒരേ ആർക്കിടെക്റ്റും എന്നിട്ടും രണ്ട് വീടുകൾ രണ്ട് വ്യത്യസ്ത ഫീലിംഗ് തരുന്നത്. നമ്മൾ മനുഷ്യരുടെ ജീവിതമാണ് ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഇന്ത്യയിലെ ഡിസൈനിന്റെ യഥാർത്ഥം. ഈ വീടിൽ നിന്ന് ഒരു കാര്യം മാത്രം നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ഈ വീട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക, ഈ വീട് എന്നെ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം അത് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ ദിവസം നിങ്ങൾ വീടുകളെ കാണുന്ന രീതി മാറും.